ശിവ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നീ വെറുതെ വന്നെടുത്ത് സംസാരിക്കല്ലേ യേശുവേ. നീ ഈ കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മൂമ്മ ഉള്ളപ്പോ നീ വാ തുറക്കൂല. എന്റെ പൊന്നുമോളെ ശിവ, ഞാൻ ആകപ്പാട് ഇവിടെ ഇപ്പൊ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മൂമ്മയും പിന്നെ പടവെടുത്ത ആദായം ഉള്ളതുകൊണ്ടാണ്. ഞാനിപ്പൊ അമ്മൂമ്മയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് പച്ചവെള്ളം കിട്ടൂല. ഞാൻ പറഞ്ഞ എന്റെ കഞ്ഞി പാറ്റിടുന്നേ. അമ്മൂമ്മ അമ്മൂമ്മ ഇപ്പൊ വന്നു. പച്ചവെള്ളം പോലും എന്റെ കയ്യിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പൊ വന്നതാ. ഷാർപ്പേ ബാ ബാ സംസാരിക്കും നിങ്ങൾ. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ടില്ല. മോളെ മോളെ ശിവ, അമ്മൂമ്മ ഒന്ന് നോക്കിയേ. നോക്കട പൊന്നെ, ഇങ്ങോട്ട് നോക്കിയേ. എണീറ്റ് വാ. അമ്മൂമ്മ പറഞ്ഞതൊക്കെ മക്കൾക്ക് വിഷമായോ? ബാ എണീറ്റ് വന്നേ. എനിക്ക് വിഷമമൊന്നും ആയില്ല. എന്റെ പൊന്നല്ലയോ, എന്റെ മക്കൾ ഇങ്ങനെ കിടന്ന അമ്മൂമ്മയ്ക്ക് വിഷമാവേ. എന്റെ പൊന്നിന് എണീറ്റ് വന്നേ. വാ ഇങ്ങോട്ട് വാ. വാ എണീറ്റ് വാ. എന്റെ മക്കള് വിഷമിക്കാതെ അടുക്കളയിൽ വന്ന് എന്റെ മുഖമൊക്കെ കഴുകിയിട്ട് വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ട. ശിവ നീ കരയല്ലേ നീ? അതിന് ആര് കരഞ്ഞു? നീ മിണ്ടാതെ നിൽക്ക്. മക്കൾക്ക് വിഷമായോ? അതെ, മക്കൾക്ക് അത്രയ്ക്ക് കമ്പമായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ. അങ്ങനല്ല അമ്മൂമ്മ. അതായത് ഇതിപ്പോ ഞാൻ വേണമെന്ന് വെച്ചിട്ട് ഓഡീഷന് പോയതൊന്നും അല്ലല്ലോ. ചുമ്മാ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയതല്ലേ. അവിടെ ചെന്ന് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് തോന്നി. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അമ്മാ പാവം അമ്മ, കൊഞ്ചം നടിക്ക വിടുങ്ങമ്മ. അത് തന്നെ അമ്മൂമ്മേ, ഈ കഴിവുള്ള പിള്ളേരൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ നമ്മള്. പോണേ പോട്ട്. മോക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അഭിനയിക്കാൻ? അങ്ങനെയാണെങ്കിൽ പോയി അഭിനയിച്ചു. ചുമ്മാ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് മാർക്ക് വരുമ്പം നേരത്തെ ഉള്ള മാർക്കിനെക്കാട്ടി കൂടുതൽ വാങ്ങിക്കണം. അമ്മൂമ്മ ഞാൻ വേണമെങ്കിൽ 100-ൽ 102 വാങ്ങും അമ്മൂമ്മക്ക് വേണ്ടിട്ട്. വേണ്ട, 100-ൽ 100 വാങ്ങാൻ പോരെ. കാര്യമായിട്ടല്ലേ പറഞ്ഞേ? കാര്യമായിട്ട് പറഞ്ഞു. എന്റെ ചക്കരേ, ഇത്ര നേരം ഉത്തരത്തിന് വേണ്ടിട്ട് ഞാൻ കാത്തിരുന്നേ. ഒക്കെ തന്നെ. പക്ഷെ ഒരു കാര്യം, നല്ല കാശ് വാങ്ങിക്കണം. അഭിനയിക്കാൻ ചാൻസ് എന്നൊന്നും പറഞ്ഞോണ്ടേ പൈസ തരാതിരിക്കും പാടില്ല. അല്ല, എത്ര രൂപ പറയണം അമ്മൂമ്മ? വെറുതെ ഒരു 30,000 പറഞ്ഞാലോ? കുറയ്ക്കണ്ട, ഒരു 50,000 ചോദിക്കാം. എന്താണ്? അയ്യോ, 50 മതിയോ? എന്റെ പൊന്നമ്മ ഞാനേ കളിയാക്കിയാണ് പറഞ്ഞത്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. சிவா, நீ அந்த சினிமாக்காரங்களை கூப்பிட. അതെ, വിളിക്ക് സമയങ്ങളല്ലേ. അല്ല, എനിക്ക് പെട്ടെന്നൊരു ടെൻഷനൊക്കെ പോലെ തോന്നുന്നു. എന്താന്ന് അറിയത്തില്ല. എന്തുറ്റി? അല്ല, ഇത്ര നേരം അമ്മൂമ്മ സമ്മതിക്കൂലെന്ന് എനിക്ക് ഉറപ്പായിരുന്നല്ലോ. പെട്ടെന്ന് അമ്മൂമ്മ സമ്മതിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആകപ്പെടെന്തോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു. അയ്യോ, നിനക്ക് കഴിവുണ്ട്. അപ്പൊ നീ എന്ത് ചെയ്യണം? പോയി അഭിനയിച്ച് വലിയ നടിയാവണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിന്റെ മാനേജറായിട്ട് നിന്റെ കൂടെ വരും. കുടുംബം മൊത്തം രക്ഷപ്പെടും. അത് കൊള്ളാല്ലേ. നമ്മുടെ കുടുംബത്തിൽ ഇരിക്കട്ടൊരു സെലിബ്രിറ്റി, നമ്മളെന്തിനു കുറയ്ക്കുന്നേ? പിന്നെ അല്ല, വിളിക്കട്ടോ? വിളിക്കട്ടെ? കൂപ്പിട്. അമ്മൂമ്മ അനുഗ്രഹിക്കും. അയ്യോ, വിളിച്ചു. അവര് ഇന്നലെ വിളിച്ച നമ്പർ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനി വിളിക്കണ, കനിയുടെ കൂടെ ഞാൻ ഓഡിഷന് പോയത് ഈ പടത്തിന്റെ. എടുക്കത് കട്ടാവും. ஹலோ கனி, நான் உன்னை கால் பண்ண வெயிட் பண்ணிட்டு இருந்தேன். இப்பதான் என் ஃபேமிலி ஒத்துக்கிட்டேன். ஆமா, அம்மா ஓகே சொல்லாச்சு. 2 ലക്ഷം രൂപയാ? ആര്?
മുടങ്ങി അല്ലേ? ഏ? ചേച്ചി ഒരു പ്രശ്നമുണ്ട്. അതുണ്ടല്ലോ, ഈ കാസ്റ്റിംഗ് നടത്തിയ ആൾക്കാരില്ലേ, ഓ അവര് വലിയ ഫ്രോഡുകളാണെന്ന്. കനീനെ വിളിച്ച് പറഞ്ഞത്രേ, എന്നെ അഭിനയിപ്പിക്കണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണം അങ്ങോട്ടേക്ക്. സൂപ്പർ. ആ കനി പറഞ്ഞു അങ്ങനെ പൈസ ഒന്നും കൊടുക്കാൻ പറ്റൂലെന്ന്. അത് മാത്രല്ല, ഇവരിതിന് മുന്നേയും ഇതേപോലെ കുറെ ഒഡീഷനൊക്കെ വെച്ചിട്ട് കുറെ പിള്ളേരൊക്കെ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ നിന്ന് പൈസ ഒക്കെ വാങ്ങിയിട്ട് മുങ്ങിയിട്ടുണ്ട് അത്രേ. കനിയുടെ ഏതോ ഫ്രണ്ടിനെ ഇതേപോലെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ അവൾ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ അവരാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലാന്ന്. എന്റെ ദൈവമേ, ഞാനെങ്ങാനും പോയിരുന്നെങ്കി. അതും പോയി. അങ്ങനെ ലോകം അറിയാതെ പോയ മറ്റൊരു മഹാനടിയും കൂടെയായി.